മനസ്സും ശരീരവും ഒന്നാകുക എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ അത് തെറ്റാണ്. മനസ്സിന് ഇഷ്ടപ്പെടുന്നത് ശരീരത്തിന് ഇഷ്ടപ്പെടില്ല. ശരീരം ആഗ്രഹിക്കുന്നത് മനസ്സും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഭക്ഷണമാണോ ഞാൻ പറയുന്നത്? ഭക്ഷണത്തിൽ എന്ന് പറയുന്നത് മരുന്നാണ്. ശരീരം ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ അത് മരുന്നാണ്. ശരീരം ആഗ്രഹിക്കാത്ത ഭക്ഷണം കഴിച്ചാൽ അത് മറുമരുന്നാണ്. അതായത് ദോഷമാണ്, അസുഖങ്ങൾ വരുത്തും. അതിനെയാണ് നമ്മുടെ പൂർവികർ ആഹാരം മരുന്നാണ് എന്ന് പറയുന്നത്. ഞാൻ പറയാൻ കാരണം, എനിക്ക് മിനിങ്ങാന്നൊരു പണി കിട്ടി. മിനിങ്ങാന്ന് ഉച്ച കഴിഞ്ഞൊരു മെസ്സേജ് വന്നു. ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഒരു മരണം നടന്നു. അപ്പോൾ അതിന് പോകേണ്ടി വന്നു. അത് മിനിങ്ങാന്നാണ്. ബന്ധുവല്ല, സ്വന്തക്കാരാണ്, രക്തബന്ധമുണ്ട്. നമ്മൾ സാധാരണ ബന്ധുക്കളെന്ന് പറയുന്നത് കല്യാണം കൊണ്ടോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളായവരെയൊക്കെയാണ് ബന്ധുക്കൾ എന്ന് പറയുന്നത്. രക്തബന്ധമുള്ള കുടുംബമാണെങ്കിൽ അത് സ്വന്തക്കാരാണ്, ബന്ധുക്കളല്ല. ഇത് സ്വന്തക്കാരാണ്, രക്തബന്ധമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 6 മണി 6:30 ഇരുട്ടായി വരുന്നു. ആ സമയത്ത് കുളിക്കാൻ പോകണം. എല്ലാവരും കുളിക്കാൻ പോകുന്നു. എനിക്കും കുളിക്കേണ്ടി വന്നു. അപ്പോൾ അവരെല്ലാം കുളിക്കുന്നത് പാറക്കുളത്തിലാണ്. അതായത് പാറക്കുളം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഭയങ്കര തണുപ്പായിരിക്കും. കൈയുടെ വിരലിൽ വച്ച് കൊടുത്താൽ ആ വിരൽ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഐസ് പോലെ മരവിച്ച് പോകും. അത്ര തണുപ്പുള്ള വെള്ളം. എനിക്ക് കുളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്നൊരു അങ്ങ് മുങ്ങി. അത് കഴിഞ്ഞ് രാത്രി എന്തൊക്കെ ഒരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. രാവിലെ 10 മണിയായപ്പോൾ അവിടുന്ന് പോന്നപ്പോൾ മുതൽ ജലദോഷവും ചുമയാണ്. മൂക്കിൽ നിന്ന് വലിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഒരു ഓർമ്മ പോലും ഇല്ല എന്നാ ജലദോഷം വന്നതെന്ന്. ജലദോഷമോ പനിയൊക്കെ വന്നിട്ട് അതുകൊണ്ട് 5-8 കൊല്ലം ആയി കാണും. അത്രയും എനിക്ക് ഓർമ്മ പോലും ഇല്ല. എനിക്കാണ് ജലദോഷവും പനിയൊന്നും വരാറില്ല. എന്ന് മാത്രമല്ല ഒരസുഖങ്ങളും വരാറില്ല. അതെൻ്റെ ആഹാരത്തിൻ്റെ രീതിയാണ്. ആ രീതിയിൽ ആഹാരം കഴിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ അസുഖങ്ങൾ വരാത്തത്. പ്രായം നന്നായിട്ടുണ്ട്, എന്നിട്ടും അസുഖങ്ങളില്ല. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ BP, കൊളസ്ട്രോള്, ഷുഗർ, ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ആൾക്കാരുടെ മെയിൻ അസുഖം. അതൊന്നും എനിക്കില്ല. അപ്പോൾ അതെൻ്റെ ഭക്ഷണ രീതിയാണ്. ഞാൻ എൻ്റെ ഭക്ഷണ രീതിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലല്ലോ, ഞാനതൊന്ന് സൂചിപ്പിച്ചോട്ടെ, എന്നിട്ട് ഇതിൻ്റെ കാര്യം പറയാം. എൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണം ഇതിൽ ഫോണിൽ ഇടണമെന്നുണ്ട്, വീഡിയോ ഇടണമെന്നുണ്ട്. പക്ഷേ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുക ഭക്ഷണ രീതി. അപ്പോൾ അത് വിശദമായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഒരു രാത്രിയിലത്തെ ഭക്ഷണത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിരുന്നു. അതെല്ലാവരും കണ്ടു. അവർക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്. എന്നിട്ട് ഞാനിവിടെ വന്നപ്പോൾ തന്നെ ചെയ്തത് മരുന്ന് ഇതാണ്. അതായത് ഇന്നലെ മിനിങ്ങാന്നാണ് പോയത്. ഇന്നലെ 10 മണിക്ക് ഞാൻ ഈ മരുന്നുണ്ടാക്കി ഇന്നലെ 5 നേരം കഴിച്ചു. ഇത് ഒരു നേരത്തേക്കുള്ള മരുന്നാണ്. വളരെ നല്ലതാണ്. നമുക്ക് വരുന്ന ജലദോഷമൊക്കെ തടയരുതെന്നാണ് പറയുന്നത്. കാരണം ജലദോഷം എന്ന് പറയുന്നത് നമ്മുടെ തലയിലെ അഴുക്കും കഫവും ഒക്കെ പുറത്തേക്ക് പോകുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് ജലദോഷം വന്നാൽ തടയരുത്. അതിൻ്റെ കൂടെ പനിയും കൂടെ വന്ന് അത് കൂടുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും മരുന്ന് ചെയ്യേണ്ടത്. അപ്പോൾ ആ മരുന്ന് കെമിക്കലാവരുത്, മറ്റേ ഇംഗ്ലീഷ് മരുന്നാകരുത്. അപ്പോൾ നമുക്ക് നാട്ടുവൈദ്യം തന്നെയുണ്ട്. നാട്ടുവൈദ്യത്തിലെ പച്ചമരുന്ന്, ആയുർവേദമൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് ശരിക്കും ശരീരത്തിൽ പിടിക്കില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദൈനംദിന ഭക്ഷണ രീതിയാണ്. അതായത് ജീവിതശൈലി ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ ആയുർവേദ മരുന്ന് പിടിക്കാത്തത്. അല്ലാത്തവർക്ക്, എനിക്കൊക്കെ അത് പിടിക്കുന്നുണ്ട് ആയുർവേദം. അപ്പോൾ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഇതുപോലെ ചുമയും ജലദോഷമൊക്കെ വന്ന് മൂക്കിൽ നിന്നൊക്കെ വെള്ളം ഒലിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സിറപ്പോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നോ കൊടുക്കരുത്. ഇത് താമസം എന്ന് പറയുന്നത് 2 ദിവസം ഉപയോഗിക്കണം. ആദ്യത്തെ ദിവസം ദിവസം 5 പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1/4 ഭാഗവും അസുഖം മാറും. പിന്നീട് വരുന്ന പിറ്റേ ദിവസം ഇതുപോലെ ഒരു 5 പ്രാവശ്യം കഴിച്ചാൽ കംപ്ലീറ്റ് ആ അസുഖം മാറും. പെട്ടെന്ന് മരുന്ന് കഴിച്ച് ഇതിനെ തടഞ്ഞു നിർത്തരുത്, അതും അപകടമാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കണം. എത്രയോ ആൾക്കാരാണ് എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്കും ആ വീഡിയോകൾ നോക്കി ആ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും. വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. കൃഷിയാണ് ഇടുന്നത് മെയിനായിട്ട്. മറ്റു കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാറുണ്ട്. ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് മാത്രമല്ല, എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഷെയർ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. കാരണം ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗം ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വീഡിയോ നീണ്ടുപോയി എന്നും പറഞ്ഞ് കുറ്റം പറയരുത്. ഇതിപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഫലപ്രദമാണ്, ഒരുപാട് ഉപകാരപ്രദമാണ്. അതുകൊണ്ടാണ് അതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യം ചെയ്യാമെന്ന് വെച്ചത്. ഇത് കരിപ്പെട്ടി ചക്കരയാണ്. കരിപ്പെട്ടി ചക്കര നല്ല ഇതാണ്. ഇപ്പോൾ കടുങ്കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ നമ്മൾ അതിലിത് ചേർക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കരിപ്പെട്ടി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കൽക്കണ്ടം ചേർക്കാം. കൽക്കണ്ടം ഇതുപോലെ തന്നെ നല്ലതാണ്. അതുകൂടാതെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നാടൻ ശർക്കര ചേർക്കാം. ശർക്കരയും നല്ലതാണ്. ഒരിക്കലും പഞ്ചസാര ചേർക്കരുത്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇത് മധുരം ചേർക്കാതെ തന്നെ കഴിക്കാം. ഇത് നമുക്കൊന്ന് പൊടിച്ച് എടുക്കണം. ഇത് ഒരു നേരത്തേക്കുള്ളതാണ് കേട്ടോ ഞാനീ ഉണ്ടാക്കുന്നത്. ഇത് 5 ഇരട്ടി വേണം. ഇതുപോലെ 4 ഭാഗങ്ങളും കൂടെ ചേർത്താലാണ് ഒരു ദിവസത്തേക്കുള്ളത്. ഇനി നമുക്ക് ഈ ഇഞ്ചി ഒരല്പം എടുക്കണം. ഇപ്പോൾ മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നത് ചുക്കാണ്. പക്ഷേ ചുക്കിനേക്കാൾ എനിക്ക് തോന്നുന്നു ഗുണം കൂടുതൽ ഈ നീരുള്ള ഇഞ്ചി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇഞ്ചി എടുക്കുന്നത്. ചുക്കും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇഞ്ചി കുറച്ച് മതി, അധികമൊന്നും വേണ്ട. ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് കുരുമുളകാണ്. കുരുമുളക്. അപ്പോൾ ഈ കുരുമുളക് പൊടി ഇവിടെ ഇരിപ്പുണ്ട്. മറ്റേ അതുപോലെ കടയിൽ നിന്ന് മേടിക്കുന്നതല്ല, നമ്മുടെ സ്വന്തം. നമുക്ക് 2 മരത്തിൽ ഞാൻ കുരുമുളക് കയറ്റിയിട്ടുണ്ട്. നിറയെ ഉണ്ടാകുന്നുണ്ട്. ആ കുരുമുളകിന് ചെയ്യുന്ന വളവും അതിനുള്ള വാട്ടരോഗം വന്നാൽ ചെയ്യേണ്ടത് എന്താണ് എന്നൊരു വീഡിയോ ഞാൻ ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ട്. അത് കുരുമുളകിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പൊടി എടുക്കരുത്. പൊടി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇതൊന്ന് ചതച്ചാണ് എടുക്കുന്നത്. കാരണം നമ്മളിത് കടിക്കുമ്പോൾ ചവച്ച് പതുക്കെ നീരിറക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് ഇത് വിഴുങ്ങല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ കുരുമുളക് കടിക്കുന്ന ഇടയ്ക്ക് അതിനാണ് ഇത് ചതച്ചിടുന്നത്. ഞാൻ ഇതിലൊന്നും ഇട്ടല്ല ചതയ്ക്കുന്നത്. കാരണം ഇതിലൊക്കെ ഇട്ട് ചതച്ചാൽ ദേഷ്യം വരും. ഇത് 4 ദിവസത്തേക്കും പോകും. നമ്മളിട്ട് ഇടിക്കുമ്പോൾ ഒരുപാട് ഇടിച്ചാലും ഒന്നും പൊട്ടില്ല, അങ്ങനെ തന്നെ കിടക്കും. അതുകൊണ്ട് ഞാൻ വേറൊരു സൂത്രവിദ്യയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് ആ വിദ്യ. നമ്മൾ കുരുമുളക് ഈ കവറിലേക്ക് ഇടുക. എന്നിട്ട് ഈ കവറിൻ്റെ അടിഭാഗം കല്ലുകൊണ്ട് ഇടിക്കുക. ഇങ്ങനെ ഒന്ന് ഇടിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരല്പം ഏലക്കായൊക്കെയാണ് പൊടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റില്ല. കൂടുതൽ ഏലക്കായ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അത്യാവശ്യം ഒരു അല്പമൊക്കെ ആണ് 3-4 ഏലക്കായൊക്കെ മതിയെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റില്ല. ഈ കവറിനകത്തേക്ക്, പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് പൊടിക്കും. ഇനി നമുക്കിത് കൈ കൊണ്ടൊന്നുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ തന്നെ ഒരു മിനിറ്റ് ഇരുന്നത് വെള്ളമാവും. ശർക്കര, കരിപ്പെട്ടി, കൽക്കണ്ടം ഇതൊക്കെ ചേരുന്നത് കൊണ്ട് വെള്ളമാവും. ഇത് നമ്മളൊരു 2 പ്രാവശ്യമായിട്ട് ഇതിൻ്റെ എടുക്കുക. ഇത് വായിലേക്കിട്ടിട്ട് കടിച്ച് ചവച്ചൊരു 5 മിനിറ്റ് കൊണ്ട് ഇത് കടിച്ച് ഇറക്കാവും. അതുപോലെ ബാക്കി അപ്പം തന്നെ എടുത്ത് കഴിക്കുക. ഇങ്ങനെ ചെയ്താൽ മതി. ഒരു ദിവസം 5 പ്രാവശ്യം, പിറ്റേ ദിവസം 5 പ്രാവശ്യം ചെയ്യുക. നിങ്ങളുടെ കഫക്കെട്ട് എല്ലാം പോകും. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. ഇതിലൊന്നും കെമിക്കൽ ഉള്ളതല്ല. ഇഞ്ചി പോലും എൻ്റെയാണ്. ഇതിൽ ചേർത്തിരിക്കുന്നത് ഉള്ളി, മറ്റേ കരിപ്പെട്ടിയും ഒഴിച്ച് ബാക്കിയെല്ലാം 2 സാധനവും നമ്മുടെ സ്വന്തമാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.